ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ പേരാമ്പ്രയിലെ സംഘർഷത്തിൽ 5 UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി വീട്ടിൽ കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. CPM തിരക്കഥയിൽ പോലീസ് നാടകമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇരകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു പേരാമ്പ്രയിൽ പോലീസ്. ഞങ്ങളാണ് ഇരകൾ, ഞങ്ങളാണ് മുറിവേറ്റവർ, ഞങ്ങളാണ് വേദനയേറ്റവർ, ഞങ്ങൾക്കാണ് പരിക്കേറ്റത്. പരിക്കേൽപ്പിച്ചത് പോലീസാണെന്നും പോലീസിന്റെ ഭാഗത്ത് അതിക്രമമുണ്ടായി എന്ന് SP സമ്മതിച്ചിട്ടും MPയെ തല്ലിയതിന് പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഗുരുതരമായ കുറ്റം ചുമത്തിക്കൊണ്ട് 7 UDF പ്രവർത്തകരെ കസ്റ്റഡിയിലെത്തിക്കുന്നത്. ഈ നടപടി പോലീസിന്റെ ഏറ്റവും മോശമായ നടപടിയാണ്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ CPMന്റെ തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണ്. വിവരങ്ങളുമായി സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, എപ്പോഴായിരുന്നു, എങ്ങനെയാണ്, എന്തിനാണ് ഈ അറസ്റ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതേസമയം MP വന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് CPM ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടല്ലോ. ധന്യ, പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങൾ രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ പോലീസ് ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ച പോലീസുകാരൻ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘർഷത്തിന് നേതൃത്വം കൊടുത്ത DYSP അടക്കമുള്ളവർ ഉണ്ട്. അവർക്കെതിരെയൊന്നും തന്നെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ UDF പ്രവർത്തകർക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതുപോലെ CPMന്റെ തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്. അതുപോലെ കോൺഗ്രസിന്റെ UDF പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുള്ളൊരു അമർഷം ഇപ്പോൾ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നു. അതേ തുടർന്ന് നാളെ 11 മണിയോടുകൂടിയാണ് സത്യാഗ്രഹം, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സത്യാഗ്രഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് CPMന്റെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ വിശദീകരണ യോഗം നടക്കുന്നുണ്ട്. CPM പറയുന്നത് ഷാഫി പറമ്പിൽ MP തന്നെയാണ് ഈ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MP സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി പോലും ഒരു അക്രമത്തിന് ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ CPM ആരോപിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ആരോപണം CPMും ഉയർത്തുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണ യോഗമാണെന്ന് പേരാമ്പ്രയിൽ നടക്കുന്നത്. ഇന്ന് 5 മണിയോടുകൂടി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് ഈ വിശദീകരണ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ആ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഏതായാലും പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരും UDF ആയാലും LDF ആയാലും CPM ആയാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് കാണിച്ച് പോലീസിനെതിരെയും കോൺഗ്രസ് രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ധന്യവാദം.